ഇപ്പോഴും തിരുവനന്തപുരത്തേക്കാണ് IFFK എന്ന് പറയുമ്പോൾ ശ്രദ്ധ ചെലുത്താറുള്ളത്. പക്ഷേ തുടക്കം ഇവിടെ നിന്നൊന്നുമല്ല. 1994 കെ കരുണാകരന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് IFFKക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് കോഴിക്കോട് വെച്ചായിരുന്നു ആദ്യ ഫെസ്റ്റിവൽ നടക്കുന്നതും. പിന്നീട് അങ്ങോട്ട് സൗകര്യങ്ങളും തിയേറ്ററുകളുടെ അവൈലബിലിറ്റിയും ജനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് 30ാമത് IFFK നടക്കുമ്പോൾ 15ഓളം തിയേറ്ററുകളാണ് ഇതിനുവേണ്ടി തയ്യാറായിരിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും അഭിമാനമായിട്ടുള്ള സുകുമാരൻ നടനായിരിക്കുന്ന കാലത്താണ് IFFKക്ക് തുടക്കം കുറിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈ 30ാമത് അനുഭവം പങ്കുവയ്ക്കാനാണ് ഒരു ചേച്ചി ചേരുന്നത്. ചേച്ചി പേരെങ്ങനെയാണ്? രേണുക നായർ. എല്ലാ തവണയും വരാം? എല്ലാ തവണയും ഉണ്ട്. ഞാൻ കേരള ബാഗ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഷോപ്പ് പുളിമൂടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു എക്സ്പീരിയൻസ് ഓർത്തെടുക്കുന്നത്? വളരെ ആദ്യമൊക്കെ കുറച്ച് ചെറുതായിട്ട് വന്നു, ഇപ്പൊ അതിനേക്കാളും ഒക്കെ ആയിട്ട് വലിയ ഡെവലപ്പ് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല സ്നേഹമാണ്, പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയിലുള്ള എല്ലാവരും നല്ല സഹകരണമാണ്, നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെറ്ററാണ്. പിന്നെ നമുക്ക് ഞാന് താഴ്ന്ന കൂടുതലും മലയാള സിനിമ. ഞാൻ പൊതുവെ എൻ്റെ മകനൊരു കവിയാണ്, പിന്നെ ഞാൻ കുറച്ച് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് കൂടുതലും സിനിമ കാണാൻ കയറാൻ പറ്റില്ല, എങ്കിലും ഞാൻ ചേരാറുണ്ട്.